എക്സാലോജിക് കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സിപിഎമ്മിലെ പിണറായി യുഗത്തിന് അന്ത്യമാകുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരൻ. കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. 4 ദിവസം മുമ്പ് നടത്തിയ ഗാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ സിസിടിവി ക്യാമറ മോഷ്ടാവ് തകർത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം നാളെ. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. വാർത്തകൾ വിശദമായി. എക്സാലോജിക് കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സിപിഎമ്മിലെ പിണറായി യുഗത്തിന് അന്ത്യമാകുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരനും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ ഭാഗമായി തൃശൂർ ഡിസിസി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഒരു സേവനവും ചെയ്യാതെയാണ് വീണ വിജയന്റെ കമ്പനി കോടികൾ കൈപ്പറ്റിയതെന്നും ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പിണറായി യോഗ്യനല്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വളരെ ഗൗരവതരമായ അന്വേഷണമാണ്. മുഖ്യമന്ത്രി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനി ഒരു ഷെൽ കമ്പനി പോലെ മാറുകയും കോടിക്കണക്കിന് രൂപ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെ പ്രവഹിക്കുകയും ചെയ്തു. സത്യത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ രാജിവെച്ച് മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സിപിഎമ്മും ബിജെപിയും തമ്മിൽ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ ഒരു മൊഴി പോലും കേന്ദ്ര ഏജൻസി എടുത്തിട്ടില്ല. SNC ലാവ്ലിൻ കേസ് 37 തവണ മാറ്റിവെച്ചു. കോൺഗ്രസിനെ തകർക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായി കരുവന്നൂർ കേസും കൊടകര കുഴൽപ്പണക്കേസും തമ്മിൽ ധാരണ ഉണ്ടാക്കുകയാണെന്നും കൊടകര കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രനെ പോലീസ് പൂർണ്ണമായും ഒഴിവാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതായും സതീശൻ ആരോപിച്ചു. തൃശൂരിലെ കേന്ദ്ര അരിവിതരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പൊതുവിതരണ സംവിധാനം വഴിയാണ് അരിവിതരണം നടത്തേണ്ടതെന്നും സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുമായി തെരഞ്ഞെടുപ്പ് ചർച്ച അവസാനിച്ചതായും സ്ഥാനാർത്ഥികളെ കൃത്യസമയത്ത് തീരുമാനിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടിവീണ് പ്രതിരോധം തീർക്കുന്ന കെ. ബാലൻ അടക്കമുള്ളവരെ ഇപ്പോൾ പ്രസ്താവനയുമായി കാണാനില്ലെന്നും സിപിഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയാണിതെന്നും കെ. സുധാകരൻ പറഞ്ഞു. മാസപ്പടി കേസിൽ SFIO അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് CPM നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. CPMമിലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടി വീണ് പ്രതിരോധം തീർക്കുന്ന CPM നേതാക്കന്മാരെ ഇപ്പൊ കാണാനേ ഇല്ല. CPMമിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി ഞങ്ങൾ അതിനെ വീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക ഇടപാടിനെ ന്യായീകരിക്കാൻ നിന്നാൽ സ്വയം നാറുമെന്ന തിരിച്ചറിവിലാണ് പതിവ് ന്യായീകരണ തൊഴിലാളികൾ പിന്മാറിയതെന്നും കെ. സുധാകരൻ കൂട്ടിച്ചേർത്തു. MP-മാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ്, KPCC ഭാരവാഹികളായ A. ഷുക്കൂർ, പത്മജ വേണുഗോപാൽ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെപിസിസി പ്രസിഡന്റ് കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര സമരാഗ്നിയുടെ ഭാഗമായി ജനകീയ ചർച്ചാ സദസ്സ് തൃശൂരിൽ സംഘടിപ്പിച്ചു. കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ജില്ലയിലെ ജനകീയ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 പരാതികൾ സദസ്സിൽ ഉന്നയിച്ചു. തനിക്ക് പണം തന്നുവെന്ന് മന്ത്രിമാരായ വാസവനും പ്രൊഫസർ ആർ ബിന്ദുവും പറയുന്നത് പച്ചക്കള്ളമാണെന്ന് മരണപ്പെട്ട ഫിലോമിനയുടെ ഭർത്താവ് ദേവസി പറഞ്ഞു. ആദിവാസി മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം, ടോൾ നിർത്തലാക്കണമെന്ന ആവശ്യം, കർഷകരുടെ പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നം, തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, PSC പ്രശ്നം തുടങ്ങി നിരവധി ജനകീയ വിഷയങ്ങൾ ജനകീയ ചർച്ചാ സദസ്സിൽ ഉന്നയിച്ചു.
എംപിമാരായ ടി.എൻ. പ്രതാപൻ, രമ്യ ഹരിദാസ്, എംഎൽഎമാരായ ടി.ജെ. സനീഷ് കുമാർ ജോസഫ്, സജി ജോസഫ്, ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ, യുഡിഎഫ് ജില്ലാ ചെയർമാൻ എം.പി. വിൻസെന്റ്, എ. ഷുക്കൂർ തുടങ്ങിയ കെപിസിസി ഭാരവാഹികളും ഡിസിസി ഭാരവാഹികളും സദസ്സിൽ സന്നിഹിതരായിരുന്നു. കുതിരാൻ തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വരുന്ന തുരങ്കത്തിലെ ഗാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടത്. നിലവിൽ 20 മീറ്ററോളം ഗാൻട്രി കോൺക്രീറ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. മഴക്കാലത്ത് തുരങ്കത്തിനുള്ളിലേക്ക് മലമുകളിൽ നിന്നും വെള്ളം തുരങ്കത്തിനുള്ളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തുന്നത്. 2 തുരങ്കങ്ങളും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നുവെങ്കിലും ആദ്യ തുരങ്കത്തിൽ പൂർണ്ണമായും ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്തിയിരുന്നില്ല. 490 മീറ്റർ ദൂരമാണ് ഗാൻട്രി കോൺക്രീറ്റിംഗ് നടത്താനുള്ളത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്ന മോഷ്ടാവ് 4 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഖാദി ഭവന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് 3000 രൂപയും സിവി സ്റ്റോറിൽ നിന്ന് 3400 രൂപയും രാഗം വാച്ചുകടയിൽ നിന്നും 500 രൂപയും കവർന്ന മോഷ്ടാവ് 4ഓളം വ്യാപാര സ്ഥാപനത്തിൽ മോഷണ ശ്രമവും നടത്തിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ജനസേവന കേന്ദ്രത്തിലെ സിസിടിവി ക്യാമറ മോഷ്ടാവ് തകർത്തിട്ടുണ്ട്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജു, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും. ബ്രഹ്മകലശത്തോടെയും സഹസ്ര കലശാഭിഷേകത്തോടെയും 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് ക്ഷേത്രം നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീസന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞാ ചടങ്ങും നടത്തും. ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ഈ ചടങ്ങിന് ശേഷം വെഞ്ചാമരം, മുത്തുക്കുട, ആലവട്ടം, നാദസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കാൻ കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. TCV ഗുരുവായൂർ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സുരക്ഷാ വീഴ്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി. സാമൂഹിക പ്രവർത്തകരായ KP ഷംസുദ്ദീൻ, G ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത്. വാഹനയാത്രക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായ സുരക്ഷയൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സൂചനാ ബോർഡ് മറിഞ്ഞു വീണ് 2 ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു. പലതവണ കലുങ്ക് നിർമ്മാണത്തിനടുത്ത കുഴിയിൽ കാറുകളും ബൈക്കുകളും വീണ് യാത്രക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അമിതവേഗം അപകടം ചെയ്യും എന്ന സൈൻ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മെല്ലെ പോയാലും അപകടം ഉണ്ടാവും എന്ന് വരുന്ന ഒരു റോഡായി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് മാറിയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചു പോകാത്തത് കൊണ്ടാണ് അപകടമുണ്ടാകുന്നത് എന്ന നെറേറ്റീവും ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട സൈൻ ബോർഡുകൾ തന്നെ ആളുകളുടെ മേത്തേക്ക് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അലക്ഷ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി അധികൃതർ ഉൾപ്പെടെ, ഇതിന് നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി ഉൾപ്പെടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണാർത്ഥം തൃശൂരിൽ ചിത്രമതിലൊരുക്കി. നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണത്തിനായാണ് എല്ലാ ജില്ലകളിലെയും നഗരസിരാ കേന്ദ്രങ്ങളിലെ ചുമരുകളിൽ മുഖാമുഖം പരിപാടിയുടെ ലോഗോ ചിത്രമതിലായി കേരള ലളിതകലാ അക്കാദമി ഒരുക്കിയത്.
തൃശൂരിൽ പി ബാലചന്ദ്രൻ MLA രാമനിലയത്തിന്റെ മതിലിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി മാനേജർ സുഗതകുമാരി, നിരവധി കലാകാരന്മാരും പങ്കെടുത്തു. 2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുഖാമുഖം ഈ മാസം 25-ന് പുഴയ്ക്കൽ ലുലു കൺവെൻഷൻ സെന്ററിൽ നടക്കും. കലാ-സാംസ്കാരിക മേഖലയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രത്യേക അതിഥികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. മച്ചാട് മാമാങ്കത്തിന് മണലിത്തറ ദേശത്തിന്റെ കുതിരകൾ ഒരുങ്ങുന്നു. വേലയുടെ ഭാഗമായി മണലിത്തറ ദേശമൊരുക്കിയ ബഹുനില കാഴ്ചപ്പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLAയും ദേശത്തിന്റെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറും നിർവഹിച്ചു. വേല ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30-ന് ദേശത്തെ തച്ചൻ പൂജയ്ക്ക് ശേഷം 3 കുതിരകളും കുംഭകൂടം അകമ്പടിയോടുകൂടി കാവിലേക്ക് പുറപ്പെടും. കുറൂരമ്മ ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ നായർ സമാജം നൽകിവരുന്ന ശിവപത്മം പുരസ്കാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ഫലകം, പ്രശസ്തിപത്രം, 10,001 രൂപ, മാതൃദക്ഷിണ, പൊന്നാട എന്നിവയടങ്ങിയ പുരസ്കാരം ജസ്റ്റിസ് P. ഗോപിനാഥാണ് സമ്മാനിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മാതൃദക്ഷിണയും P. വേണുഗോപാൽ പ്രശസ്തിപത്രവും നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പുരസ്കാര ജേതാവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കുറൂരമ്മ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ് വിളക്ക് സമർപ്പണം, ഗണപതി ഹോമം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, പുഷ്പാർച്ചന, ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് കൃഷ്ണവിഗ്രഹവും നാരായണീയവും എഴുന്നള്ളിക്കൽ, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവയുമുണ്ടായിരുന്നു. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. പൂപ്പത്തി മംഗലം കുളത്തിലാണ് കുട്ടികൾക്കായി നീന്തൽ പരിശീലനം തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അടക്കമുള്ള അമ്മമാരും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. കൂടാതെ 4 പഞ്ചായത്ത് അംഗങ്ങളും പരിശീലിക്കുന്നുണ്ട്. ആദ്യ ദിവസം കാഴ്ചക്കാരായി നിന്നെങ്കിലും പിറ്റേന്ന് കുട്ടികൾക്ക് ധൈര്യം പകരാനാണ് അമ്മമാർ കുളത്തിലിറങ്ങിയത്. 3-ാം ദിവസത്തിൽ തന്നെ വായു നിറച്ച ട്യൂബ് ധരിച്ച് അവരും കുട്ടികൾക്കൊപ്പം നീന്താൻ തുടങ്ങി. വെള്ളത്തിനോടും അതുപോലെ നീന്തൽ പരിശീലനത്തോടും എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. ആദ്യ ദിവസം തന്നെ എല്ലാം നോക്കി കണ്ട് കരക്കി നിന്നു. 2-ാമത്തെ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു. 3-ാമത്തെ ദിവസം സാറ് ട്യൂബിട്ട് ഇറങ്ങാൻ പറഞ്ഞു. 2-ാമത്തെ ദിവസം ട്യൂബിട്ട് ഞാൻ ഇറങ്ങി. നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം ഞാൻ പൂർത്തിയാക്കി. അതുപോലെ 5ഓളം അമ്മമാരും നല്ല രീതിയിൽ തന്നെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. ഈ തലമുറയുടെ ഒരു ആവശ്യകതയാണ് നീന്തൽ പരിശീലനം. നീന്തൽ പഠിക്കുക എന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇതിനകം 16,000-ഓളം പേരെ പരിശീലിപ്പിച്ച MS ഹരിലാലിന്റെ നേതൃത്വത്തിൽ 5 പേരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. പൊയ്യ പഞ്ചായത്ത് പദ്ധതിയിൽ 76 കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. രാവിലെ 6:30 മുതൽ 7:30 വരെയുള്ള പരിശീലനത്തിന് മുന്നോടിയായി 10 മിനിറ്റ് യോഗയും വ്യായാമവും നിർബന്ധമാണ്. പരിശീലനം അവസാനിക്കുന്നതോടെ എല്ലാവരും ട്യൂബില്ലാതെ സ്വതന്ത്രമായി നീന്താൻ പഠിക്കും. 2010-ൽ മരിച്ച കായിക അധ്യാപകനായിരുന്ന അച്ഛൻ MU സുദർശനന്റെ സ്മരണയ്ക്ക് കൂടിയാണ് ഹരിലാൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നത്. പഞ്ചായത്ത് പദ്ധതിയിൽ പങ്കെടുത്തവർക്ക് തുടർ പരിശീലനത്തിനായി ഹരിലാലിന്റെ കുഴിക്കാട്ടുശ്ശേരിയിലെ പുരയിടത്തിൽ 1 ഏക്കറിലുള്ള മഷിക്കുളത്തിൽ അവസരം ഒരുക്കിയിട്ടുണ്ട്. TCV മാള. ചേർപ്പ്, തായംകുളങ്ങര, പെരുവനം ക്ഷേത്രം, എട്ടുമന, പൊട്ടിച്ചിറ മസ്ജിദ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് LED ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അനിത അനിലൻ, സുനിത ജിനു, പ്രജിത് KB, പൊട്ടിച്ചിറ മസ്ജിദ് സെക്രട്ടറി ഉബൈദു, PA ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സിൽ ഉന്നയിച്ച ആവശ്യത്തിന് പരിഹാരമേകി ആലപ്പാട് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ആലപ്പാട് ഇരട്ടപ്പാലം കനാൽ സ്റ്റോപ്പിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, പഞ്ചായത്ത് അംഗങ്ങളായ KV ഇന്ദുലാൽ, ഷില്ലി ജിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 8 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇതോടെ പൂർത്തിയായതായി CC മുകുന്ദൻ MLA അറിയിച്ചു. തെക്കുംകര പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനും ചെപ്പാറയിൽ സംരക്ഷിത വനഭൂമി കയ്യേറി കെട്ടിടം പണിയാൻ അനുമതി നൽകിയ പഞ്ചായത്തിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെയും പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സമസ്ത മേഖലയിലും അഴിമതിയും ധൂർത്തുമാണ് നടക്കുന്നതെന്ന് K അജിത് കുമാർ പറഞ്ഞു. നേതാക്കളായ PJ രാജു, ജിജോ കുര്യൻ, AR കൃഷ്ണൻകുട്ടി, തോമസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു.
ചാലക്കുടി കണ്ണമ്പുഴ താലപ്പൊലി ആഘോഷ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേർന്നു. സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൌൺസിലർമാരായ C ശ്രീദേവി, നിത പോൾ, TD എലിസബത്ത്, SHO MK സജീവ്, മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ എന്നിവർ പങ്കെടുത്തു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തം. ബീച്ചിലെ ചൂളമരക്കൂട്ടങ്ങൾക്കിടയിലെ അടിക്കാടിനാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കടപ്പുറത്തെത്തിയവർ വലിച്ചെറിഞ്ഞ സിഗരറ്റിൽ നിന്നുമാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു. വേനൽക്കാലത്ത് മുനയ്ക്കൽ ബീച്ച് ഉൾപ്പെടെ പലയിടങ്ങളിലും തീപിടുത്തം പതിവാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടും വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചും ചായപ്പൻകുഴി പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. വികാരി ഫാദർ ജിജോ ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് പൊറായി അധ്യക്ഷത വഹിച്ചു. ഫെറോന കോർഡിനേറ്റർ AA പിയൂസ്, KM ജോസ്, ഷിബു തത്തമംഗലം, ലിയു റിച്ചാർഡ് എന്നിവർ പങ്കെടുത്തു. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടാഘോഷയാത്ര നടത്തി. മേൽശാന്തി സഹദേവൻ മാതൃസംഘം പ്രസിഡന്റ് ശാന്തകുമാരിക്ക് ആദ്യ പാൽക്കുടം കൈമാറി. തുടർന്ന് വാദ്യമേള അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും. ഈ മാസം 22-നാണ് ഉത്സവം. മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി തൃശൂരിൽ നടത്തിയ SSLC മോഡൽ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമി SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഫിസിക്സ്, കെമിസ്ട്രി മോഡൽ പരീക്ഷാ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലെ ഉത്തര R കൈമൾ, കൊടുങ്ങല്ലൂർ KKTM സർക്കാർ സ്കൂളിലെ സഫ സഫീർ എന്നിവർ തുല്യ മാർക്കോടെ 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനം തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ നീരജ J നായരും നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് സ്കൂളിലെ PN അജ്വയും പങ്കിട്ടു. 3ാം സ്ഥാനത്തിന് തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂളിലെ BS ഭദ്രയും ചേലക്കര LF സ്കൂളിലെ അജിന്ത്യ പ്രതീഷും അർഹരായി. വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് ഏപ്രിൽ 21-ന് നടത്തുമെന്ന് മാഡം ക്യൂറി അക്കാദമി ഡയറക്ടർമാരായ KA ടോണി, PM സത്താർ, ശരത് കൃഷ്ണൻ എന്നിവർ അറിയിച്ചു. അന്നേ ദിവസം SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി മറ്റൊരു മത്സര പരീക്ഷയും മാഡം ക്യൂറി അക്കാദമി സംഘടിപ്പിക്കുന്നുണ്ട്. വിജയികൾക്ക് 40,000 രൂപയുടെ ക്യാഷ് പ്രൈസുകളുമുണ്ട്. പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും 9207995077 എന്ന നമ്പറിലേക്ക് കുട്ടിയുടെ പേരും സ്കൂളിന്റെ പേരും വാട്സ്ആപ്പ് ചെയ്യേണ്ടതാണ്. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ അധ്യക്ഷനായി. തെക്കേ മഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, ദിനേശൻ ദണ്ഡായുധപാണി, ക്ഷേത്രം ഗംഗാധരൻ നായർ, PS ഹർഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജൂൺ 15 മുതൽ 23 വരെയാണ് നവീകരണ കലശം നടക്കുക. കേച്ചേരി പന്നിത്തടം റോഡിൽ കൂമ്പുഴ പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. വാഴാനി സ്വദേശി മടപ്പാട്ടിൽ അനീഷ്, വിരുപ്പാക്ക സേവൻകുഴി സിറാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൾവെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയെടുത്ത കുഴിക്ക് ചുറ്റും സ്ഥാപിച്ച ഡിവൈഡർ കാറ്റിൽ ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ പാടത്തേക്ക് മറിഞ്ഞു. ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടിയ തൃശൂർ ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നിവർ ചേർന്നാണ് ഈ മുറ്റം പദ്ധതി നടപ്പിലാക്കിയത്. മുരളി പെരുന്നല്ലി MLA സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, സാക്ഷരതാ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ നിർമ്മല R ജോയ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, പഞ്ചായത്ത് തല കോർഡിനേറ്റർ PP നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ഗൂഗിൾ സർവേയിലൂടെ കണ്ടെത്തിയ ഗ്രാമപഞ്ചായത്തിലെ 1602 പേർക്ക് ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസുകൾ നൽകി. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിക്കുന്നതിനായി പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭവന പദ്ധതിയായ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 8ാമത് വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹല്ല് മജ്ലിസുന്നൂർ അമീറും മഹല്ല് വൈസ് പ്രസിഡന്റുമാരായ ഹാഫിൾ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി, ബൈത്തുന്നൂർ ഭവന പദ്ധതി ചെയർമാൻ ഷുക്കൂർ പുളിന്തറ,
മജ്ലിസുന്നൂർ കമ്മിറ്റി കോർഡിനേറ്റർ മൂസാൻ പള്ളിപ്പറമ്പിൽ, കൺവീനർ സിറാജ് വലിയകത്ത്, ട്രഷറർ ജിനൂബ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സൌത്ത് ഏരിയ കൺവെൻഷൻ കുട്ടനല്ലൂരിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ.കെ. നന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് രതീഷ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ.കെ. റീജ, ട്രഷറർ രജിത സുധീർ, എം.സി. രാജു തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ SNDP യോഗം അമയ കുമാരേശ്വര ക്ഷേത്രത്തിൽ 22, 23, 24 ദിവസങ്ങളിൽ നടക്കുന്ന പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. കാട്ടൂർ SNDP യോഗം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 140-ൽ പരം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും നടന്നു. പ്രസിദ്ധമായ ചെമ്പൂച്ചിറ പൂരം കാവടി മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. ആഘോഷ ചടങ്ങുകൾ അവിസ്മരണീയമാക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ക്ഷേത്രവും തട്ടക നിവാസികളും. ചെമ്പൂച്ചിറ നൂലുവള്ളി ദേശക്കാർ ചേർന്നൊരുക്കുന്ന പൂരം എഴുന്നള്ളിപ്പും വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പൂക്കാവടികളും പീലിക്കാവടികളും ചേർന്നുള്ള കാവടിയാട്ടവും 9 വീതം ഗജവീരന്മാരെ അഭിമുഖമായി നിരത്തി തൃശൂർ പൂരം മാതൃകയിൽ നടത്തപ്പെടുന്ന കുടമാറ്റവുമാണ് ചെമ്പൂച്ചിറയിലെ പൂരം കാവടി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. രാവിലെയും ഉച്ചകഴിഞ്ഞും രാത്രിയിലും പൂരം എഴുന്നള്ളിപ്പുണ്ടാകുമെന്ന് ചെമ്പൂച്ചിറ ശിവക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അനീഷ് വെള്ളാന്ത്ര പറഞ്ഞു. 18 ഗജവീരന്മാർ അഭിമുഖമായി നിന്ന് നടക്കുന്ന കുടമാറ്റവും തൃശൂർ പൂരത്തെ അനുസ്മരിക്കുന്ന വിധമുള്ള ഉത്സവ ലഹരിയിൽ ആറാടിക്കാൻ ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 100 കണക്കിന് പീലിക്കാവടികൾ അണിനിരന്നുകൊണ്ടുള്ള വാദ്യഘോഷങ്ങളോടെ കൂടിയാട്ടവും അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. ചെമ്പൂച്ചിറ വടക്കൻ ചൊവ്വ ക്ഷേത്രത്തിൽ നിന്ന് സാംബോ നൃത്തത്തിന്റെ അകമ്പടിയോടെ ദേവിയുടെ താലിവരവും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് നേതൃത്വം നൽകുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരും ചെറുശ്ശേരി കുട്ടന്മാരാരുമാണ്. നൂലുവള്ളി ദേശത്തിന്റെ മേളനിരയെ വാദ്യകലാരത്നം ചേന്ദ്രമംഗലം രഘുമാരാർ നയിക്കും. ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ചെമ്പൂച്ചിറ ദേശത്തിന്റെയും ചേന്ദമംഗലം രഘുമാരാർ നൂലുവള്ളി ദേശത്തിന്റെയും പഞ്ചവാദ്യനിരയുടെ അമരക്കാരാകും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ നൂലുവള്ളി പടിഞ്ഞാറ്റുമുറി മാനസ സരോവരത്തിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവം സമാപിക്കും. TCV കൊടകര. ചെറുതുരുത്തി കോഴിമാംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരിക പരിപാടിക്ക് തുടക്കമായി. ക്ഷേത്രം ശാന്തി പുത്തിലത്ത് നാരായണൻ എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കോഴിമാംപറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി, ക്ഷേത്രകലാ സാംസ്കാരിക പ്രസിഡന്റ് KP മണികണ്ഠൻ, സെക്രട്ടറി P രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ട് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഓട്ടൻതുള്ളൽ, നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി വിദ്യാഗോപാല മന്ത്രാർച്ചന സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ നടന്ന യജ്ഞത്തിൽ നരേന്ദ്രൻ അടികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ മഹാസാമൂഹ്യ ആരാധന നടത്തി. ഡോക്ടർ ആശാലതയുടെ നേതൃത്വത്തിൽ മാതൃപൂജ നടന്നു. അഖില ഭാരതീയ സംയോജകൻ A. ഗോപാലകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് ശേഷം യജ്ഞപ്രസാദമായി 12,000 ശ്രീവിദ്യാ മന്ത്രം ജപിച്ച സാരസ്വത ചൂർണം കുട്ടികൾ യജ്ഞാചാര്യനിൽ നിന്നും സ്വീകരിച്ചു. പ്രസാദൂട്ടോടുകൂടി യജ്ഞത്തിന് സമാപനമായി. വെള്ളിക്കുളം വലിയ തോട്ടിലെ വാസുപുരം നരയൻകുറ്റി ക്രോസ് ബാറിൽ വെള്ളം സംഭരിച്ചു നിർത്താത്തത് പരിസര പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാക്കുന്നു. ക്രോസ് ബാറിൽ വെള്ളം സംഭരിക്കാത്തതിനാൽ കിണറുകളും കുളങ്ങളും വറ്റിത്തുടങ്ങിയതായി നാട്ടുകാർ പറയുന്നു. വേനൽക്കാലത്ത് കൃഷിക്കും കുടിവെള്ളത്തിനുമായി വെള്ളം സംഭരിച്ചു നിർത്താനായി വെള്ളിക്കുളം വലിയ തോട്ടിൽ വെള്ളിക്കുളങ്ങര മുതൽ വാസുപുരം വരെ 9ഓളം ക്രോസ് ബാറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വാസുപുരം നരയൻകുറ്റിയിലാണ് അവസാനത്തെ ക്രോസ് ബാർ ഉള്ളത്. ഇതിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നൂലുവള്ളി വാസുപുരം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത്. സമീപത്തെ കരപ്രദേശങ്ങളിലുള്ള കിണറുകളിലെയും കുളങ്ങളിലെയും ജലസമൃദ്ധി വേനൽ മാസങ്ങളിൽ ക്രോസ് ബാറിൽ സംഭരിക്കപ്പെടുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. നരയൻകുറ്റി ചീപ്പ് ക്രോസ് ബാറിൽ വെള്ളമില്ലാണ്ടും ഇതിൻ്റെ ഷട്ടർ പൊന്തിച്ച് നിൽക്കുന്ന കാരണം കൊണ്ടും ഈ ഷട്ടറിൻ്റെ മുകളിലുള്ള നമ്മൾ ഉപജീവനമായിട്ട് വെള്ളം കിണറുകളിലേക്ക് ഓറും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷട്ടർ ഒന്ന് ഇട്ട് തന്ന് പൊക്കത്തൊരു 10-60 വീട്ടുകാർക്ക് കുടിക്കാനും കൃഷിക്കും ജാതി, തെങ്ങ്, അതേമാതിരി വാഴകൾ, അതേമാതിരി അനവധി കൃഷികളും കാര്യങ്ങളുണ്ട്. കുടിക്കാനും വെള്ളമില്ലാത്തൊരു സാഹചര്യം.
1 മാസം മുൻപ് നൂലുവള്ളി, വാസുപുരം പാടശേഖരങ്ങളിൽ നെല്ല് വിളഞ്ഞതിനെ തുടർന്ന് ക്രോസ് ബാറിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി ഉയർത്തിയതോടെ പരിസരത്തെ കരപ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടാൻ തുടങ്ങി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനൽ ചൂടിന് കാഠിന്യമേറിയതോടെ കിണറുകളിൽ ജലനിരപ്പ് പെട്ടെന്ന് താഴ്ന്നു. ഇതോടെ ജാതി, വാഴ, തെങ്ങ്, പച്ചക്കറികൾ എന്നിവയ്ക്ക് ജലസേചനം നടത്താനാകാതെ കർഷകർ വലയുകയാണ്. കൊയ്ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഈ ഷട്ടർ പൊന്തിച്ചിരിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളായി, എന്നിട്ട് പോലും ഈ ഷട്ടർ താത്താനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് സാധാരണ കൃഷിക്കാരന് ഇത് താത്തിയിടണമെങ്കിൽ ചെയിൻ ബ്ലോക്ക് വേണം. ഈ ചെയിൻ ബ്ലോക്ക് ഇവിടെ കാണുന്നില്ല. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇതൊന്നും അറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഇതൊന്ന് ഇട്ട് ഈ പൊക്കത്തെ പ്രദേശത്ത് കുടിക്കാനുള്ള വെള്ളത്തിന് ഒരു സൗകര്യം ഏർപ്പാടാക്കി കിട്ടണം എന്ന് മാത്രമേ നമുക്കിതിനോട് ആഗ്രഹിക്കുന്നുള്ളൂ. എത്രയും വേഗം ഷട്ടറുകൾ താഴ്ത്തി വെള്ളം സംഭരിച്ചു നിർത്തിയില്ലെങ്കിൽ കിണറുകൾ പൂർണ്ണമായി വറ്റി കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പാടശേഖരങ്ങളിലെ കൊയ്ത്ത് പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നരയൻകുട്ടി തടയണയിലെ ഷട്ടറുകൾ താഴ്ത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. TCV കൊടകര. ലൈറ്റ് ട്രസ്റ്റ് ഗുരുവായൂർ ചാപ്റ്റർ കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് ചെയർമാൻ VK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹാരിസ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. PK ഇസ്മായിൽ, യൂസഫ് കരിക്കായിൽ, CB അബ്ദുൽ ഫത്താഹ്, S ഫിറോസ്, ഫുവാദ് പനങ്ങായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാള ബ്ലോക്ക് തലത്തിലുള്ള സംയോജിത കൃഷിയിറക്കൽ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പൊയ്യ മേഖലാ പ്രസിഡന്റ് KR സൂരജ് അധ്യക്ഷത വഹിച്ചു. C ധനുഷ് കുമാർ, IS അക്ഷയ്, VS ലക്ഷ്മണൻ, TA രാഹുൽ, ഫ്ലെമിൻ ഡേവിസ്, റൈബിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചൂലൂർ മഹല്ല് കൂട്ടായ്മ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ നിലാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഷമീർ അമ്പലത്ത് അധ്യക്ഷനായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, ഡോക്ടർ മുഹമ്മദ് സാലിഹ്, നൌഫിയ നൂർദീൻ എന്നിവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 148ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ സ്നേഹ, പ്രിൻസ് ജോൺ, ശങ്കരൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, സഞ്ജീവ് K മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. എക്സാലോജി കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ കർണാടക ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPMലെ പിണറായി യുഗത്തിന് അന്ത്യമാകുകയാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. കുതിരാൻ തുരങ്കത്തിലെ ഗ്യാൻട്രി കോൺക്രീറ്റിംഗിൽ വിള്ളൽ കണ്ടെത്തി. 4 ദിവസം മുമ്പ് നടത്തിയ ഗ്യാൻട്രി കോൺക്രീറ്റിംഗിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 3 വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പണം കവർന്നു. ജനസേവന കേന്ദ്രത്തിലെ CCTV ക്യാമറ മോഷ്ടാവ് തകർത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം നാളെ. ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.